PV Anwar MLA ഗതി കിട്ടാതെ അലയുകയാണ്. LDF വിട്ടു, പക്ഷേ എവിടെയും എത്തിയില്ല. ആദ്യം അദ്ദേഹം ശ്രമിച്ചത് ദേശീയ പാർട്ടിയുടെ ഭാഗമാകാനാണ്. പക്ഷേ അതെല്ലാം അപ്പോൾ തന്നെ പൊളിഞ്ഞു വീണു. പിന്നീട് കോൺഗ്രസ് ചേരാനുള്ള ശ്രമം നടത്തി. VD സതീശൻ പറഞ്ഞു നോ. കാരണം VD സതീശനെതിരെ 150 കോടി രൂപയുടെ ആരോപണം ഉന്നയിച്ച ആളാണ്. ആരോപണം അത്ര പെട്ടെന്ന് മറക്കുന്ന ആളല്ല VD സതീശൻ. അതുകൊണ്ട് കോൺഗ്രസ് ചേരുന്ന കാര്യം ആലോചിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. പിന്നീട് UDF ചേരാനാണ് ശ്രമം നടത്തിയത്. ആദ്യഘട്ടത്തിൽ അതിനും തടസ്സം നിന്നു VD സതീശൻ. ഒരു ജനകീയ യാത്ര നടത്തി UDFിന്റെ സഹായത്തോടുകൂടി ഒരു താരപരിവേഷം സൃഷ്ടിച്ച് UDFിലേക്ക് വരിക. അതായിരുന്നു PV അൻവറുടെ ലക്ഷ്യവും അദ്ദേഹത്തിന്റെ ആഗ്രഹവും. പക്ഷേ തുടക്കത്തിലെ UDF പറഞ്ഞു ഒരു UDF നേതാക്കളും ഒരു കോൺഗ്രസ് നേതാക്കളും അതിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന്. VD സതീശനാണ് നിർദ്ദേശം കൊടുത്തത്. KPCC പ്രസിഡന്റ് മുഖാന്തരം DCC പ്രസിഡന്റുമാർക്കും അതോടൊപ്പം UDF ചെയർമാൻ എന്ന നിലയിൽ UDF ഘടകകക്ഷികൾക്കും. അതോടുകൂടി കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്നില്ല എന്നറിയിച്ചു. മുസ്ലിം ലീഗ് നേതാക്കളും പങ്കെടുക്കുന്നില്ല എന്നറിയിച്ചു. അതോടുകൂടി ജനകീയ യാത്ര പൊളിഞ്ഞു. പുറത്തുനിന്ന് ആളെ ഇറക്കി ജാഥ നടത്താൻ ശ്രമം നടത്തി, അതും പരാജയപ്പെട്ടു. അപ്പോൾ എങ്ങനെയെങ്കിലും ജാഥ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു നാടകമാണ് ഫോറസ്റ്റ് ഓഫീസ് ആക്രമണം. ഇപ്പോഴിതാ അദ്ദേഹം ജയിലിലാവുകയും ചെയ്തു. ജയിലിലായതോടുകൂടി UDF സഹായിക്കും, UDF സമരം ഏറ്റെടുക്കും എന്നൊക്കെയാണ് PV അൻവർ ആഗ്രഹിച്ചതും അദ്ദേഹം പ്രതീക്ഷിച്ചതും. എന്നാൽ അനുകൂലമായ പ്രസ്താവനയുമായി നേതാക്കൾ വന്നു. ആദ്യം ഇറങ്ങിയത് കുഞ്ഞാലിക്കുട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു PV അൻവർ ഉന്നയിച്ച പ്രശ്നം UDF ചർച്ച ചെയ്യും എന്ന്. കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ: ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ ഗൗരവതരമായ തരത്തിൽ ഈ വിഷയത്തെ കാണുന്നുണ്ട്. അതുമാത്രമല്ല UDF ഈ വിഷയം ചർച്ച ചെയ്യും. അൻവറിനോടുള്ള നയമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് പാർട്ടിയും അതുപോലെ തന്നെ UDFും ചർച്ച ചെയ്ത് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അത് UDF ചർച്ച ചെയ്യും. ഇതിനു മുമ്പും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അൻവറിനെ ഇന്നലെ ഒരു പൊതുവിഷയത്തിൽ കൈകാര്യം ചെയ്ത രീതി ശരിയല്ല. അത് ഞാനും എൻ്റെ ഭാഷയിൽ പറയുന്നു. പിന്നെ മറ്റുള്ള കൊട്ടേഷൻസ് എന്നോട് പറഞ്ഞാൽ അത് അതേപടി ഏറ്റു പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നടപടി ശരിയായില്ല എന്ന് മാത്രമല്ല, സിമിലർ കാര്യങ്ങളിലൊക്കെ പിന്നെ ഒരു ജനകീയ വിഷയം ഒരു ജനപ്രതിനിധി ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ അയാളെ ഒരു ക്രിമിനൽ പുള്ളിയെ പോലെ കൈകാര്യം ചെയ്തത് ശരിയായില്ല. നോട്ടീസ് കൊടുത്താൽ വരും. അതാണ് ഇതുപോലുള്ള ഒരു വിഷയത്തിൽ വരാൻ പറഞ്ഞാൽ വരും. നോട്ടീസ് ഉണ്ടെങ്കിൽ എഴുതി കൊടുക്കണമെന്നില്ല, വരാൻ പറഞ്ഞാൽ വരും. കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ വലിയ പ്രതീക്ഷയോടെയാണ് PV അൻവറും കൂട്ടുകാരും കേട്ടത്. വലിയ ആശ്വാസമായി. കാരണം തോണി ഒന്ന് കരക്കടിയും എന്ന പ്രതീക്ഷ വന്നു കുഞ്ഞാലിക്കുട്ടിയുടെ ഈ വാക്കുകളിൽ PV അൻവറിന്. എന്നാൽ അപ്പോൾ തന്നെ അത് അതേപോലെ നിഷേധിക്കുകയാണ് VD സതീശൻ ചെയ്തത്. VD സതീശൻ പറഞ്ഞു ഒരു MLAയോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്, ഈ രൂപത്തിലാണോ അറസ്റ്റ് ചെയ്യേണ്ടത്, അതിൽ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു UDF എന്തെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ടോ PV അൻവറുമായി? PV അൻവറും കുഞ്ഞാലിക്കുട്ടിയും അക്കാര്യം പറയുന്നുണ്ടല്ലോ എന്ന്. എന്നാൽ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഒരു ചർച്ച നടത്താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ കോൺഗ്രസ് തീരുമാനിക്കും. കോൺഗ്രസ് തീരുമാനിച്ച ശേഷമേ ഘടകകക്ഷികളെ അറിയിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ആ സാധ്യത അങ്ങനെ തന്നെ VD സതീശൻ അടയ്ക്കുകയും ചെയ്തു. ഇപ്പോഴിതാ PV അൻവർ ക്യാമ്പിൽ വലിയ ദുഃഖമാണ് എന്നാണ് കേൾക്കുന്നത്. VD സതീശൻ പറഞ്ഞ വാക്കുകൾ നമുക്ക് കേൾക്കാം. എന്നുള്ളൊരു മെസ്സേജാണ്. ആ നടപടിയിൽ ഞങ്ങൾ അതിശക്തമായി പ്രതിഷേധിക്കുന്നു. പിന്നെ ഒരു വിഷയമുണ്ട് അവിടെ. കാരണം ഈ വന്യജീവി മനുഷ്യനും തമ്മിലുള്ള സംഘർഷത്തിൽ ആന ചവിട്ടി കൊല്ലുന്നത് തുടർച്ചയായി മാറുകയാണ്. ഗവൺമെൻറ് നിസ്സംഗരായിരിക്കുകയാണ്, ഒരു കാര്യവും ചെയ്യുന്നില്ല. വന്യജീവികളുടെ ആക്രമണവും പുതിയ വനനിയമത്തിനുണ്ടാകാൻ പോകുന്ന ഭേദഗതിയും വലിയൊരു അരക്ഷിതത്വ ബോധം ആ മേഖലയിലുള്ള ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ പ്രതിഷേധം ഉണ്ടാവും. അവിടെ പോലീസും ഫോറസ്റ്റും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും വളരെ നയപരമായ ഒരു സമീപനമാണ് സ്വീകരിക്കേണ്ടത്. അതിന് പകരം ആ സമരത്തിന് MLAക്ക് സമരത്തിന് നേതൃത്വം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? MLAയുടെ നിയോജക മണ്ഡലത്തിൽ ഒരാളെ ആന ചവിട്ടിക്കൊന്ന് വലിയ സംഘർഷം നിൽക്കുന്ന സമയത്ത് ജനങ്ങളുടെ കൂടെയല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ പേരിൽ ജാമ്യമില്ലാത്ത കേസെടുത്ത് MLAയുടെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്ന നടപടിയോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറയുന്നത് ആവർത്തിക്കുന്നു, ഇത് കേരളമാണ്. ഈ 12-ാം തീയതി ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഈ PV അൻവറിന്റെ മുന്നണി പ്രവേശനം അടക്കം ചർച്ച ചെയ്യുമോ? അതിന് എളുപ്പത്തിലുണ്ടാകുമോ? രാഷ്ട്രീയകാര്യ സമിതി യോഗം അത് ചർച്ച ചെയ്യില്ല. അത് പിന്നീട് അത് രാഷ്ട്രീയമായി എടുക്കേണ്ട തീരുമാനം. അതും ഇന്നലെ ഉണ്ടായ സംഭവമായിട്ട് യാതൊരു ബന്ധമില്ല.
സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് ഇപ്പോൾ ഉള്ളത്. ആരെ സ്വാഗതം ചെയ്ത് UDF അല്ലേ തീരുമാനിക്കേണ്ടത്. UDF ഒരു കക്ഷി എടുക്കണമെങ്കിൽ UDF ആണ് തീരുമാനിക്കേണ്ടത്. അതിനകത്ത് UDF നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം. ആ തീരുമാനം ഘടകകക്ഷികളെ അറിയിക്കണം. അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. അതിൻ്റെ സമയമായിട്ടില്ല. സമയമാകുമ്പോൾ ആലോചിക്കും. അല്ല, MLA അടിച്ചു തകർത്തൊന്നുമില്ലല്ലോ. MLA അടിച്ചു തകർത്തായിട്ടുള്ള വിഷ്വൽ വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടോ? ഈ PV അൻവറിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് അനൗപചാരിക ചർച്ചകൾ നടന്നു എന്ന് PK കുഞ്ഞാലിക്കുട്ടി അടക്കം പറയുന്നുണ്ട്. അടുത്ത UDF യോഗത്തിൽ കൃത്യമായി ചർച്ച ചെയ്യുന്നു. എനിക്കറിയില്ല, ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ UDF ചെയർമാനാണ്. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു സംഭാഷണവും നടത്തിയിട്ടില്ല. ഒരാളെ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ UDF നേതൃത്വം ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ജയിലിൽ കിടക്കുകയാണ് PV അൻവർ. അപ്പോഴെങ്കിലും VD സതീശന് അല്പം കരുണ കാട്ടാമായിരുന്നു. എന്നാൽ ഒരു കരുണയും കാട്ടില്ല എന്ന ഉറച്ച നിലപാടിലാണ് VD സതീശൻ. കുഞ്ഞാലിക്കുട്ടിക്ക് ചില സമ്മർദ്ദങ്ങളുണ്ട്. കാരണം മുസ്ലിം സമുദായത്തിൻ്റെ പൊതുവികാരം കണക്കിലെടുത്ത് അതോടൊപ്പം തന്നെ സർക്കാരിനെതിരെ വലിയ ആരോപണം ഉയർത്തി ഫാസിസത്തിനെതിരെ വലിയ യുദ്ധം ചെയ്യുന്നു, സംഘപരിവാറിനെതിരെ വലിയ യുദ്ധം ചെയ്യുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാൻ മാധ്യമങ്ങളെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് PV അൻവർക്ക്. അങ്ങനെ PV അൻവറെ പൂർണ്ണമായും തള്ളിയാൽ മുസ്ലിം സമുദായത്തിനകത്ത് നിന്ന്, മുസ്ലിം ലീഗിൻ്റെ അകത്ത് നിന്ന് എതിർപ്പ് ഉയർന്നു വരുമോ എന്ന ആശങ്കയുണ്ട് PK കുഞ്ഞാലിക്കുട്ടിക്ക്. മുസ്ലിം ലീഗിനകത്ത് KM ഷാജി, ET മുഹമ്മദ് ബഷീർ, MK മുനീർ എന്നിവരടക്കമുള്ളവർക്ക് ആഗ്രഹമുണ്ട് PV അൻവറിനെ കൂടെ കൂട്ടണമെന്ന്. അത്തരം ഒരു ചർച്ച, ഒരു ഭിന്നത അവിടെയുണ്ട്. അതുകൊണ്ട് ആ സമ്മർദ്ദത്തിന് വഴങ്ങാതെ കുഞ്ഞാലിക്കുട്ടിക്ക് രക്ഷയില്ലായിരുന്നു. അങ്ങനെയാണ് കുഞ്ഞാലിക്കുട്ടി UDF PV അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും എന്ന് പറഞ്ഞത്. എന്നാൽ അപ്പോൾ തന്നെ VD സതീശൻ അത് നിഷേധിക്കുകയും ചെയ്തു. നിഷേധിക്കുക എന്നത് മാത്രമല്ല, കുഞ്ഞാലിക്കുട്ടിയെ തള്ളുകയും ചെയ്തു. ഒരു ഘടകകക്ഷിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അതിനൊരു രാഷ്ട്രീയ തീരുമാനം വേണം. ആ രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് രാഷ്ട്രീയ തീരുമാനം എടുത്തതിന് ശേഷം ഘടകകക്ഷികളെ അറിയിക്കും എന്നാണ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിയെയും പൂർണ്ണമായും തള്ളുന്നു VD സതീശൻ. ആദ്യം കോൺഗ്രസ് തീരുമാനിക്കും, അതിനുശേഷം ലീഗിനെ അറിയിക്കും എന്ന് വെച്ചാൽ PV അൻവറിന് അവസാനത്തെ പ്രതീക്ഷയായിരുന്ന UDF പ്രവേശവും അതും ഇതോടുകൂടി അടഞ്ഞിരിക്കുന്നു എന്നർത്ഥം. VD സതീശൻ ഒരു തരത്തിലും PV അൻവറിനെ സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന ഉറച്ച നിലപാടിലാണ്. അത് മാറ്റാൻ അദ്ദേഹം തയ്യാറല്ല. KPCC പ്രസിഡന്റിനാണെങ്കിൽ PV അൻവറിനോട് അനുഭാവപൂർവമായ സമീപനമുണ്ട്. പക്ഷേ അതുപോലും അംഗീകരിക്കാൻ VD സതീശൻ തയ്യാറായിട്ടില്ല. UDF ഒരു ഘടകകക്ഷി, പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി ഒരു വാക്ക് പറഞ്ഞപ്പോൾ അതിനെയും ഖണ്ഡിച്ചുകൊണ്ട്, നിഷേധിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കുകയും മാധ്യമങ്ങളെ കാണുകയും ചെയ്യുകയാണ് VD സതീശൻ ചെയ്തത്. എന്ന് വെച്ചാൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല. അറസ്റ്റ് ചെയ്ത നടപടി അത് തെറ്റാണ്, അതിനെ വിമർശിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ട എന്നാണ് VD സതീശൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ PV അൻവറുടെ സ്വപ്നങ്ങൾ ജയിലിൽ കിടക്കുമ്പോൾ പോലും അനുകൂല സമീപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അദ്ദേഹത്തിന്റെ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ VD സതീശന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. UDF ചേരാമെന്ന വലിയ പ്രതീക്ഷ ഇല്ലാതായിരിക്കുന്നു എന്നർത്ഥം.